ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ ഈസ് എ ട്രീറ്റ് ഫോർ ദി ഫാൻസ് എന്ന് പറയുമ്പോൾ ഡെഡ്പൂളിൻ്റെ വൂൾവറിൻ്റെ ഫാൻസ് അല്ല, മാർവലിൻ്റെ ഫാൻസ്. ഈവൺ MCU എന്നൊരു സാധനം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഈ മാർവൽ ക്യാരക്ടേഴ്സിനെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ 20th Century Foxലെ കുറേ അടിപൊളി സിനിമകളിലൂടെ. അവരുടെ ഒക്കെ തന്നെ അല്ലെങ്കിൽ അങ്ങനത്തെ ക്യാരക്ടേഴ്സിനൊക്കെ തന്നെ ഒരു ട്രിബ്യൂട്ടാണ് ഈ ഒരു സിനിമ. ഇറ്റ്സ് ആൻ ഓവറോൾ ഹോമേജ് ടു ദി 20th Century Fox മൂവീസ്. ആൻഡ് അവരുടെ എല്ലാ മാർവൽ മൂവീസിനെയും എല്ലാ മാർവൽ കണ്ടൻസ് അല്ലെങ്കിൽ മാർവൽ ഐക്കോണിക് ക്യാരക്ടേഴ്സിനെ എടുത്തു വെച്ച് ചെയ്തിട്ടുള്ള സിനിമകളിലൊക്കെ തന്നെ ഒരു പക്ക ട്രിബ്യൂട്ട് ആൻഡ് പക്ക ഹോണറിങ് ആണ് ഈ ഒരു സിനിമ എന്ന് പറയാം. ഒരു കിടിലം പടം, ഒരു രക്ഷയില്ലാത്ത പടം. ഇതൊരു പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ ഇതറിയാതെ അല്ലെങ്കിൽ 20th Century Foxൻ്റെയോ അല്ലെങ്കിൽ മാർവലിൻ്റെയോ മറ്റ് സിനിമകളൊക്കെ തന്നെ അറിയാതെ കാണുന്നവർക്ക് ഒരു പക്ഷേ ഇതിൻ്റെ എത്രത്തോളം എസൻസ് കിട്ടുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ കാണുന്നവർക്ക് ഈച്ച് ആൻഡ് എവറി ലൈൻ, ഈച്ച് ആൻഡ് എവറി സെക്കൻഡ് ഓഫ് ദിസ് മൂവീസ് ആബ്സൊല്യൂട്ട് ബ്ലാസ്റ്റ്. എനിക്കൊരു പക്ക ഫൺ ഫിൽഡ് റൈഡായിരുന്നു തുടക്കം മുതൽ അവസാനം വരെ. അതിൽ ഇമോഷണൽ ട്രാക്ക് വരുന്നുണ്ട്, അത് വരുന്നുണ്ട്, എല്ലാം ഉണ്ട്. ബട്ട് ദിസ് ഫിലിം ഡെലിവേഴ്സ് അറ്റ് ദി കോർ. എന്താണ് ഈ സിനിമയുടെ ഇൻറ്റൻഷൻ, അത് പക്ക അതുപോലെ തന്നെ ഉണ്ട്. ഇതൊരു മാർവൽ സിനിമയോ ഫോക്സ് സിനിമയോ അല്ലെങ്കിൽ ഇതൊരു സൂപ്പർ ഹീറോ സിനിമയോ MCUവിൻ്റെ ഫ്യൂച്ചറിനെ മാറ്റാൻ പോകുന്നത് ഇത് അങ്ങനെ ഒന്നുമല്ല. ഇതൊരു ഫാൻസിന് വേണ്ടി മാത്രം ഇറക്കിയിട്ടുള്ള ഒരു ഫാൻസിന് പടം എടുത്ത് തന്നെ ഉണ്ടാവും. അത് തന്നെയാണ് ഈ സാധനം. കാരണം ഇതിൽ വേറൊരു ടൈപ്പും വേണ്ട. മാർവൽ എന്തോ തേങ്ങ കാണിച്ചോട്ടെ, ഇവരെ ഫുള്ളായിട്ട് ടീസ് ചെയ്ത് മോക്ക് ചെയ്ത് ഇതിന് മുമ്പ് ഉണ്ടായിരുന്നതും ഇത് കഴിഞ്ഞിട്ടും ഇനി വരാതിരിക്കുന്നു അങ്ങനെ ഈ ഒരു ടൈം ലൈൻ അല്ലെങ്കിൽ നമ്മുടെ മൾട്ടിവേഴ്സ് എന്നൊരു കോൺസെപ്റ്റിൽ വെച്ച് ഇവർ ചെയ്തു വയ്ക്കുന്ന കുറേ സാധനങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇതിലെ ഡെഡ്പൂൾ എന്നൊരു ക്യാരക്ടർ ഐ തിങ്ക് കഴിഞ്ഞ 2 ഡെഡ്പൂൾ മൂവീസിനേക്കാൾ കൂടുതൽ ഈ ഒരു ക്യാരക്ടറിന് ഡയലോഗ്സ് നിർത്താനുള്ള സമയമില്ല ഈ സിനിമയിൽ. എനിക്ക് ഓർമ്മയിൽ അങ്ങനെയല്ല. കഴിഞ്ഞ 2 മൂവീസിലും ഇപ്പോൾ ആക്ഷൻ സീക്വൻസുകളായിക്കോട്ടെ മറ്റ് വേറെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. പക്ഷേ ഇതിൽ മെയിനായിട്ടുള്ള 2 പേഴ്സ് ഈ വൂൾവറിൻ ആൻഡ് ഡെഡ്പൂളാണ്. വൂൾവറിൻ അധികം സംസാരിക്കില്ല, കുറച്ച് റഫായിട്ടുള്ള ക്യാരക്ടറാണ് നമുക്കറിയാം. ആ വോയിഡും കൂടി സ്പേസും കൂടി ഫില്ല് ചെയ്യുന്നത് നമ്മുടെ ഡെഡ്പൂളായ വെയ്ഡ് വിൽസൺ എന്ന ക്യാരക്ടറാണ്. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ തുടക്കം മുതൽ അവസാനം ഈ ചങ്ങായി വായ അടച്ചിട്ടില്ല. 1 മിനിറ്റ് ഇങ്ങനെ വായ തുറന്നാൽ അത് ഒരു വിറ്റ് കാര്യം പറയാനായിരിക്കും. സോ അങ്ങനത്തെ കംപ്ലീറ്റ്ലി ഒരു ക്യാരക്ടേഴ്സിനെ പറ്റി അല്ലെങ്കിൽ അവരെ പൂർണ്ണമായിട്ട് യൂസ് ചെയ്തിട്ടുള്ളൊരു മൂവിയായിട്ട് എനിക്ക് തോന്നി. ആൻഡ് ഇതിലെ മറ്റുള്ള ആക്ഷൻ സീക്വൻസുകൾ തന്നെ ഇതിൽ വരുന്ന ക്യാമിയോസ് അങ്ങനെ ഒരുപാട് ഗംഭീര സാധനങ്ങളുണ്ട്. ക്യാമിയോസിൻ്റെ കാര്യം പിന്നെ പറയാനില്ല. ഒരു ടൺ ഓഫ് സ്പോയിലേഴ്സ് നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. സോ ഈ സിനിമയെ പറ്റി യാതൊന്നും അറിയാതെ ഇവർ ട്രെയിലറിൽ കാണിച്ചിട്ട് സാധനങ്ങളില്ലേ അതൊന്നും ഒന്നുമല്ല എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല. ട്രെയിലർ കുറേ സാധനം ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിതിൽ കുറേ എന്താ പറയുക ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കുറേ ഗംഭീര ക്യാമിയോസ് ഉണ്ട്. ഈവൻ കണ്ടിട്ട് ഓക്കെ നമ്മൾ അതാണെന്ന് വിചാരിച്ചിരിക്കുന്ന സാധനം വേറെ ആണെന്നുള്ള വിചാരിക്കുന്ന രീതിയിലൊക്കെ കുറേ മാറ്റങ്ങൾ, ദെൻ കുറേ റെഫറൻസുകൾ, ഇതൊക്കെ പക്കായിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യണമെങ്കിൽ 20th Century Foxൻ്റെ എല്ലാ സിനിമകളും നിങ്ങൾ കണ്ടിരിക്കണം. മാർവലിലെ മറ്റ് സിനിമകൾ, ഈവൻ മാർവൽ മാത്രമല്ല മറ്റ് സൂപ്പർ ഹീറോ കോമിക്സും ഇപ്പോൾ ഈവൻ DC അടക്കം ടീസ് ചെയ്യുന്നുണ്ട്. സോ ഇത്തരത്തിൽ ഈ ഒരു സൂപ്പർ ഹീറോ എറ അല്ലെങ്കിൽ ഈ ഒരു മോഡ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാർവൽ DC സാധനങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ദിസ് ഇസ് ആൻ അബ്സൊല്യൂട്ട് ബ്ലാസ്റ്റ് ഫോർ യു. സോ സാധാരണക്കാർക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു സാധാരണ സൂപ്പർ ഹീറോ മൂവി എന്ന രീതിയിലേക്ക് തോന്നുള്ളൂ. പക്ഷേ ദിസ് ഈസ് എ ഫാൻ ഫേവറേറ്റ് മൂവി. സോ ബാക്കിയുള്ളവർ കാണണ്ട എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കണ്ടു നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പക്ഷേ കുറച്ചും കൂടി കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടമാവും ഇങ്ങനത്തെ നിങ്ങൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയുമെങ്കിൽ. പ്രത്യേകിച്ചൊരു 90s കിഡ് ആണെങ്കിൽ നിങ്ങൾ ഇതൊക്കെ അറിയാതെ തന്നെ കണ്ടിട്ടുണ്ടാവും എവിടെയെങ്കിലൊക്കെ. പണ്ട് സ്റ്റാർ മൂവീസിലും HBO എന്ന് വേണ്ട മറ്റൊരുപാട് മെയിൻ സ്ട്രീം TV ചാനൽസിലൊക്കെ വരുന്ന ഹോളിവുഡ് മൂവീസ് നമ്മൾ ഇംഗ്ലീഷ് പടന്ന് കാണുന്ന കുറേ സാധനങ്ങളുണ്ടല്ലോ. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള സൂപ്പർ ഹീറോ സാധനങ്ങളൊക്കെ ആയിരിക്കും. അതിനൊക്കെ തന്നെ ട്രിബ്യൂട്ട് ഒരു പാക്ഡ് ആയിട്ടുള്ളൊരു സാധനമായിട്ട് നമുക്ക് ഡെലിവർ ചെയ്യുന്നുണ്ട്. സോ ഒരു ലാഗോ ഒരു സാധനം എനിക്ക് ഫീൽ ചെയ്തില്ല. ആ 2 മണിക്കൂർ ഈ 2 മണിക്കൂറിന് വേണ്ടി എത്ര കാലമാണ് ഒരു വെയിറ്റ് ചെയ്യുന്നത് നമുക്കറിയാം. ദെൻ ഈവൻ റിയൽ ലൈഫിൽ ഇവർ രണ്ടുപേരും ഫ്രണ്ട്സാണ്. അതിനെ പറ്റി പറയുന്ന ടീസ് അങ്ങനെ സിനിമയ്ക്ക് അകത്തും പുറത്തായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വിത്ത് റെഫറൻസ് ഒരു കംപ്ലീറ്റ് എൻ്റർടൈൻമെൻറ്റ് പാക്കേജോടെ ഡെലിവർ ചെയ്യുന്നൊരു സിനിമയാണ്. ആൻഡ് ഈ സിനിമയ്ക്ക് നാട് നന്നാക്കാനോ നാട്ടുകാരെ നന്നാക്കാനോ ലോകം രക്ഷിക്കാനോ അങ്ങനത്തെ ഒരു ഇൻറ്റൻഷനും ഇല്ല. ജസ്റ്റ് ഈ 2 ക്യാരക്ടേഴ്സിൻ്റെ ഒരു അഴിഞ്ഞാട്ടം അതിന് വേണ്ടിയിട്ടുള്ളൊരു പടം. അതിലെല്ലാം ഉണ്ട്, പ്രത്യേകിച്ച് ഫാൻസിനെ പറ്റി എല്ലാം ഉണ്ട്. സോ ഈ ഒരു ഫാൻ ഫീൽഡ് മൂവി ഒരു ഫാനായ ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. എനിക്കൊന്നും പറയാനില്ല. ഇങ്ങനത്തെ ഒരു സാധനം വല്ലപ്പോഴേ കിട്ടുള്ളൂ. സോ മാർവലിൻ്റെ ഈ ഒരു കഴിഞ്ഞ ഒരു ടേൺ ഓവറിൽ വെച്ച് എൻഡ് ഗെയിമിന് ശേഷം വളരെ മോശം അവസ്ഥയെക്കൂടെയാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈവൺ അതിനെ തന്നെ ഇവർ ടീസ് ചെയ്യുന്നുണ്ട്. സോ ഇത്തരത്തിൽ നമുക്കറിയാം ഇതിൽ എന്തൊക്കെയാണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത്, അതെല്ലാം തന്നെ ഇതിലുണ്ട്. സോ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അതെല്ലാം അടങ്ങിയിട്ടുള്ളൊരു മൂവിയാണ്. സോ നോ വേ ഹോം പോലെ നിങ്ങൾക്ക് വൺസ് ഇൻ എ ലൈഫ് ടൈം കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആൻഡ് ഇത് കഴിഞ്ഞിട്ട് ഈ ക്യാരക്ടേഴ്സ് ഇനി വരുന്നു അങ്ങനത്തെ ഒരു സംഭവമില്ല. ഇതിനൊരു എൻ ക്രെഡിറ്റ് ഉണ്ട്, അത് വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ ഈ ഒരു പടം ഇത്രേ ഉള്ളൂ. ഈ 2 മണിക്കൂറിനാണ് നിങ്ങൾ വെയിറ്റ് ചെയ്തത്, അതാണ് നിങ്ങൾക്ക് വേണ്ടത്, അത് ഞങ്ങൾ തരാമെന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടുള്ളൊരു പടമാണ്. തീർച്ചയായിട്ടും കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക. സ്പോയിലേഴ്സ് ഒന്നും വരുന്നതിന് മുമ്പ് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് എനിക്ക് പറയാനുള്ളൂ.
ഒരു സ്പോയിലർ പോലും അറിയുന്നുള്ളവരുണ്ടെങ്കിൽ ആരടുത്തും പറയാണ്ടിരിക്കാൻ നോക്കുക. സ്റ്റാറ്റസ് ഒന്നും ഇടാതെ നോക്കുക. വാട്സപ്പിലും ബാക്കിയുള്ള മീഡിയാസിലൊക്കെ കൂടെ ഇങ്ങനെ വെറുതെ യൂട്യൂബ് തന്നെ കണ്ടാൽ തമ്മിലടക്കം കണ്ടാൽ നിങ്ങൾ അവർ ഫുള്ള് പോയിട്ടുണ്ടാവും. സോ അത്തരത്തിൽ വലിയ സ്പോയിൽസ് ഒന്നും കിട്ടാതെ പെട്ടെന്ന് തന്നെ പോയി കണ്ടു വെക്കുക. കിടിലം പടമാണ്, ഒരു രക്ഷയില്ല. എന്താണ് ഈ സിനിമ കണ്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീണ്ടും കാണാം. ഐ ആം കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ്. ബൈ.